ടൂറിസം കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളിലും ഒരുപാട് പ്രകൃതി രമണീയമായ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ഇന്ന് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെ പരിചയപ്പെടാം. തുഷാരഗിരി. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി. തൊട്ടടുത്ത ടൗണായ കോടഞ്ചേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലമുണ്ട് ഇവിടേക്ക്. പേര് സൂചിപ്പിക്കുന്നതുപോലെ മലനിരയെ മഞ്ഞണിയിക്കുന്ന 3 വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട്. 75 മീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന തേൻപാറയാണ് വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരത്തിലുള്ളത്. മലബാർ റിവർ ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്നത് തുഷാരഗിരിയിലാണ്. സാഹസിക വിനോദങ്ങളാണ് ഈ ഫെസ്റ്റിവലിൻ്റെ മുഖ്യ ആകർഷണം. വനത്തിനുള്ളിലൂടെയുള്ള ട്രെക്കിംഗ് സൗകര്യമുള്ള തുഷാരഗിരിയിൽ ധാരാളം സഞ്ചാരികളെത്താറുണ്ട്. ജാനകിക്കാട്. വി.കെ. കൃഷ്ണമേനോന്റെ സഹോദരി ജാനകിയമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ഇക്കോ ടൂറിസം കേന്ദ്രമാണ് ജാനകിക്കാട്. കുറ്റ്യാടിക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ, പക്ഷി നിരീക്ഷണം, ചങ്ങാടയാത്ര മുതലായവ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വന ഉദ്യാനത്തിൽ ഔഷധ സസ്യങ്ങളെയും കോഴി, വേഴാമ്പൽ, കാട്ടുകോഴികൾ തുടങ്ങിയ പക്ഷികളെയും കാണാം. കടലുണ്ടി. കടലും പുഴയും ചേരുന്ന സ്ഥലമാണ് കടലുണ്ടി. കോഴിക്കോട് നിന്ന് 19 കിലോമീറ്റർ അകലെയാണ് ദേശാടന പക്ഷികളുടെ പറുദീസയായ കടലുണ്ടി സ്ഥിതി ചെയ്യുന്നത്. ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ പ്രദേശമാണിത്. ഇവിടെ പലതരത്തിൽപ്പെട്ട കണ്ടൽക്കാടുകളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഒരേയൊരു പക്ഷി സങ്കേതം കൂടിയാണ് കടലുണ്ടി. കടലുണ്ടിയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനായി 2008 കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിച്ചത്. ഇതോടെ കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായി കടലുണ്ടി മാറി. കടലുണ്ടി പുഴ അറബിക്കടലുമായി ചേരുന്നതും പക്ഷികൾ കൂട്ടമായി അഴിമുഖത്ത് പറന്നിറങ്ങുന്നതും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ്. സഞ്ചാരികൾക്കായി പുഴയിൽ ബോട്ടിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വയനാട് ചുരം. താമരശ്ശേരി ചുരം എന്ന പേരിൽ പ്രസിദ്ധമായ ചുരമാണ് വയനാട് ചുരം. കോഴിക്കോട് ജില്ലയെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത്. 14 കിലോമീറ്റർ നീളമുള്ള ചുരത്തിൽ 9 ഹെയർ പിൻ വളവുകളുണ്ട്. വയനാട് ചുരം എന്നാണ് പേരെങ്കിലും കോഴിക്കോട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുരത്തിൽ നിന്നാൽ പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാം. പലയിടത്തും വ്യൂ പോയിന്റുകളുണ്ട്. പ്രതീക്ഷിക്കാതെ എത്തുന്ന കോടമഞ്ഞും തണുപ്പുമൊക്കെ ചുരത്തിലൂടെയുള്ള യാത്ര രസകരമാക്കും. മഴക്കാലത്ത് മലനിരകളിൽ രൂപപ്പെടുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചുരം വഴിയുള്ള യാത്രയിൽ കാണാം. കക്കയം. കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് കക്കയം. ഇവിടുത്തെ ഡാമും പരിസര പ്രദേശങ്ങളുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. റിസർവോയറിൽ ബോട്ട് യാത്രയ്ക്കുള്ള സൗകര്യമുണ്ട്. അണക്കെട്ടിന്റെ സമീപത്തുള്ള ട്രെക്കിങ്ങും രസകരമാണ്. സാഹസിക സൈക്കിൾ സവാരി ഇഷ്ടപ്പെടുന്നവർക്കായി സൈക്ലിങ്ങും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പെരുവണ്ണാമൂഴി. ഡാം ടൂറിസത്തിന് പേരുകേട്ട സ്ഥലമാണ് പെരുവണ്ണാമൂഴി. ഇവിടത്തെ ഡാം റിസർവോയറിൽ ബോട്ടിങ്ങിനായി ധാരാളം ആളുകൾ എത്താറുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകത്തോട്ടവും ഇവിടെ കാണാം. ആൾതാമസമില്ലാത്ത ദ്വീപുകളും അപൂർവ ഇനം പക്ഷികളുമുള്ള പക്ഷി സങ്കേതവും മുതല വളർത്തൽ കേന്ദ്രവുമൊക്കെ പെരുവണ്ണാമൂഴിയിലെ പ്രധാന കാഴ്ചകളാണ്.